എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണുന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിക്രം കിരണിനെയും കല്യാണിയെ അതോടൊപ്പം തന്നെ സോണിനെയും ആൽബിനെയും ഒക്കെ പോയി വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു വിക്രത്തിനെ അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ട് വരികയാണ് കാർത്തികയും പ്രകാശനോട് കൂട്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഭാനുമതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഭാനുമതി അമ്മ ഓടിച്ചെന്ന് വിക്രത്തിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയം പ്രകാശിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ അകത്തേക്ക് വീണ്ടും വിക്രം പോവോ, ജയിലിനകത്തേക്ക് റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാർത്തിക് പറഞ്ഞു, അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേങ്കിൽ ആ കല്യാണിയും അത് മാത്രല്ല ഇവന്റെ ആദ്യ ഭാര്യയും കൂടെ ചിലപ്പോൾ ഇനി എന്തേലും കുടുക്കുകളൊക്കെ ഉണ്ടാക്കും എന്റെ മോനെ ജയിലിലാക്കാനായിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് കാർത്തിക. പിന്നീട് ഭാനുമതിയും പറഞ്ഞു, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അവരുടെ സഹോദരനാ ഇത്. പക്ഷെ ആ ഒരു ചിന്ത പോലും അവറ്റകൾക്കില്ല. എത്രമാത്രം എന്റെ മോനെ ദ്രോഹിച്ചെന്നറിയാവോ? പാവം എന്റെ കുഞ്ഞ് ഇത്ര ദിവസം ജയിലിൽ കിടന്ന് വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയെന്ന് പറയാം. എന്നാലും അവറ്റകൾക്ക് കൊടുക്കാനുള്ള കൊടുക്കണം, ഇങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തിക പറഞ്ഞു, അതെ അതോർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ, കൊടുക്കാനുള്ളതല്ല നമ്മൾ കൃത്യസമയത്ത് കൊടുക്കണം. കണക്കുകളൊക്കെ നമ്മൾ വെച്ചോണ്ടിരിക്കില്ല, കിട്ടാനുള്ളത് എപ്പോഴാണെങ്കിലും അവർക്ക് കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, മോള് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, നമ്മളിനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാർത്തിക പറഞ്ഞു, അതെ എന്റെ അച്ഛന് നേരെയോ അല്ലെങ്കിൽ എന്റെ ആംഗ്ലെന്ന് പറയും വിക്രത്തിന് നേരെയോ ഇനി അവരാരെങ്കിലും ഒരു ചെറുവെല്ലാം അണിക്കാൻ പോലും ഞാൻ വെറുതെ ഇരിക്കില്ല. അവർക്ക് പണം ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി പണമുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാട്ടാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യാം, വിക്രത്തിനെ കൊണ്ട് മുറി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുവാണ്. അങ്ങനെ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് പ്രകാശനം കൊണ്ട് പോവാം. ഈ സമയം കാർത്തിക് പറഞ്ഞു, സന്തോഷിക്കടാ സന്തോഷിക്കുക, നീയൊക്കെ നിന്റെയൊക്കെ സന്തോഷം ഇനി അധിക ദിവസം കാണത്തില്ല. സന്തോഷങ്ങളൊക്കെ കെട്ടടങ്ങാൻ പോവാ. അങ്ങനെ എന്റെ കളത്തിൽ എല്ലാ കരുക്കളും വന്നു ചേർന്നിട്ടുണ്ട്. ഇനിയാണ് ഈ കാർത്തികയുടെ കളി നിങ്ങൾ അറിയാൻ പോകുന്നത്. പെണ്ണൊരുമ്പിട്ടാണെന്ന് കേട്ടില്ല നീയൊക്കെ, ഇനിയാണ് നീയൊക്കെ കളി കാണാൻ പോകുന്നത് കാർത്തിക മനസ്സിൽ പറയാം. ഈ സമയം പ്രകാശം വിക്രത്തിനെ കൊണ്ട് മുറിയിലേക്ക് പോവാം. അങ്ങനെ ഒരു മുറി കാണിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് മോനെ, കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ട് അച്ഛാ, ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റുമെന്നൊക്കെ. എന്നാലും കൊള്ളാട്ടോ, അച്ഛൻ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്ന ചോദിക്കാം. അതെ മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അറിയാലോ, ഇവിടെയെങ്കിലും നീ മര്യാദയ്ക്ക് മാന്യമര്യാദയ്ക്ക് ജീവിക്കണം. നിന്റെ പൂർവ്വചരിത്രങ്ങളൊന്നും അവൾക്കറിയില്ല. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇനിയെങ്കിലും നീ നിന്റെ ആ കള്ളത്തരങ്ങളും പിന്നെ ആ പിടിച്ചുപറി കേസും അതെല്ലാം നീ മാറ്റി വെച്ചേക്കണം. നല്ല ഡീസൻ്റ് ആയിട്ട് ജീവിക്കാൻ നോക്കണം. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അച്ഛാ ഞാനത് എന്തുകൊണ്ടാ ചെയ്തത്? പൈസ ഇല്ലാത്തോണ്ടല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ആ കുഴപ്പമില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഈ സമയം ഭാനുമതി അമ്മയും കൂടെ അങ്ങോട്ട് വന്നു. ഭാനുമതി അമ്മയും കൊച്ചുമാനെ ഉപദേശിക്കുന്നുണ്ട്. അതെ ആ കൊച്ചിന്റെ മുന്നിൽ നിന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തോണ്ടാ നിന്നോട് ഞാനൊന്നും പറയായിരുന്നേ. പറഞ്ഞു കേട്ടല്ലോടാ, ഇനി നീ അനാവശ്യ പരിപാടിക്കൊന്നും പോയി ചാടിയേക്കല്ലത്. നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. ഇപ്പൊ ഇച്ചിരി അന്തസ്സോടു കൂടിയാ ജീവിക്കുന്നത്. നീയായിട്ട് ഞങ്ങളുടെ മാനം കളയാൻ ശ്രമിക്കരുത്. അറിയാലോ, നിന്റെ അച്ഛൻ അറ്റാക്കൊക്കെ വന്നിട്ടിരിക്കുന്ന. ഇനി അച്ഛനെ നീ വല്ലാതെ വേദനിപ്പിക്കല്ലെന്ന് പറയാം. ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും പോയില്ല അമ്മൂമ്മയെന്ന് വിക്രം പറയാം. പോയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊള്ളാം, പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട വരുമെന്ന് പറയാ. പിന്നീട് പ്രകാശം പറഞ്ഞു, അല്ല ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലോ, അവളെ ഒന്ന് പോയി കാണണ്ടേ ആ കല്യാണിനെയൊക്കെ. ഇതേടം വിക്രം ശരിയാ, ഒന്ന് പോയി കാണണം. രണ്ട് വർത്താനം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അച്ഛാന്ന് പറയണം. എന്നാൽ ശരി വാ നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം കാർത്തിക ചോദിച്ചു, അല്ല എങ്ങോട്ടാ അച്ഛാ പോകുന്ന ചോദിക്കാം. ഞങ്ങൾ പുറത്തു വരെ പോയിട്ട് ഇപ്പൊ തന്നെ വരാൻ പോടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ഈ സമയം കാർത്തിക്ക് മനസ്സിലായി എന്തോ ഊടായ്പായിട്ടാണ് രണ്ടുപേരും കൂടെ ഇറങ്ങുന്നത്. ഒരു പക്ഷേങ്കിൽ ഇനി കല്യാണിന്റെ അടുത്തേക്കാണോ പോകുന്നതും പറയാൻ പറ്റില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയ സന്തോഷം അതൊന്ന് തീർക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. പിന്നീട് നേരെ കല്യാണിന്റെയും കിരണിന്റെയും വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പം കല്യാണിയാണ് വന്ന് കഥ തുറക്കുന്നത്. പ്രകാശനെയും വിക്രത്തിനെ കണ്ടപ്പം കല്യാണി ഒന്ന് ഞെട്ടി. ഇവന് ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്ന രീതി ഉണ്ടായിരുന്നു. ഈ സമയം പ്രകാശൻ ചോദിച്ചു, നീ എന്താടി നോക്കുന്നേ? നീ എന്ത് വിചാരിച്ചു? ഇവൻ എല്ലാ ദിവസവും അകത്ത് കിടക്കുന്നോ? ഇവൻ പുറത്തേ ഇറങ്ങത്തിൽ നീ വിചാരിച്ചല്ലേന്ന് ചോദിക്കുക. ഈ സമയം കിരണും കൂടെ ഇറങ്ങി വന്നു. ആഹാ വന്നല്ലോ. എടാ നോക്കടാ എന്റെ മോനെ, ഞാൻ പറഞ്ഞില്ല എന്റെ മോനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കുന്നു. എന്നെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാ. ഇനി ഞാനും എന്റെ മോനും നല്ല കോടീശ്വരന്മാരെ പോലെ ജീവിക്കും. നീയൊക്കെ കണ്ടു, നിനക്കൊക്കെ എന്താ ഒരു തുക്കടാഴ്ച ഒരു ചെറിയ കമ്പനി ഉണ്ടായിട്ടല്ലേ നീയെ കിടന്നത് അഹങ്കരിക്കുന്നേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെയല്ലടാ, ഞങ്ങൾ നല്ല കോടീശ്വരന്മാരാണെന്ന് പറയാം. അത് കേട്ടതും കല്യാണി പറഞ്ഞു, കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. കണ്ടിട്ട് തോന്നില്ലടി, നിനക്കൊന്നും തോന്നുവല്ല. കാരണം നിനക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ. കാരണം ഒന്നുമില്ലായ്മയെന്ന് നീ കയറി വന്നല്ലേ, അതിന്റെ അഹങ്കാരം നീ കാണിക്കുന്നുണ്ട്.
കള്ളക്കേസിൽ കുടുക്കി നീ എന്റെ മോനെ അകത്താക്കി. പക്ഷേങ്കില് അവിടെ ദൂതനെ പോലെ ഒരാൾ എന്നെ ഞങ്ങളെ രക്ഷിക്കാൻ വന്നിട്ടേ അങ്ങോട്ട്. ഇന്ന് നീ അവിടെ ഒന്നും വരേണ്ടതായിരുന്നു. ഇവന് വേണ്ടി ബാധിച്ച വക്കീലിന്റെ വാദം ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട്. ഇന്ന് നിന്നെ അവിടെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ നീ വന്നില്ല. വരാത്ത നിന്റെ ഭാഗ്യം എന്ന് പറയാം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, അല്ലെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നിന്നെയൊക്കെ ഒന്ന് കാണണമെന്ന് ഓർത്ത് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു. നിന്റെ അച്ഛനോട്ടല്ല, കിരണോടായിട്ടാ പറഞ്ഞേ. അച്ഛൻ ഏർപ്പാടാക്കിയ ഒരു ഗുണ്ട ഉണ്ടായിരുന്നു അവിടെ. ദിവസേന അവനെ എനിക്കിട്ട് ചാമ്പുമായിരുന്നു. എനിക്കിട്ട് നല്ല അടി തരുമായിരുന്നു. അതൊക്കെ എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ ചെവിയെ നുള്ളിക്കോ കിരണേ. ആ തെക്കും കിട്ടിക്കഴിയുമ്പോൾ നിനക്കിട്ട് ഞാൻ തന്നിരിക്കുമെന്ന് പറയാം. കിരൺ പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കർണം അടിച്ചാൻ പൊട്ടിക്കും, ഇറങ്ങി പോടാന്ന് പറയാം. പ്രകാശം പറഞ്ഞു, പോകാൻ തന്നെയാ വന്നേ. പക്ഷേങ്കില് ഇപ്പൊ എന്റെ മോൻ പുറത്താ. പക്ഷെ ഇനി എന്തെങ്കിലും ഒരു ചെറുവില്ലെങ്കിൽ ഇവന്റെ നേർക്ക് പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ കൈ ഞാൻ വെട്ടും. പറഞ്ഞു കേട്ടല്ലോ, ഈ പ്രകാശനാ പറയണേ. ഇത്രയും കാലത്തെ പോലെ അല്ലായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ആയിക്കോട്ടെ. അതെ, അതിനു മുമ്പ് ഇനി ഇവന് അകത്ത് പോകാൻ നോക്കണം. ഇവൻ വന്നപടി തന്നെ മിക്കവാറും ഇനിയും ജയിലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അവന്റെ കയ്യിരിപ്പ് അത്ര നല്ലതാണല്ലോ. പിന്നീട് നിങ്ങൾ വീണ്ടും അറ്റാക്ക് വന്ന് താഴെ കിടക്കും. അപ്പൊ രക്ഷിക്കാനാന്നും പറഞ്ഞോണ്ട് നിങ്ങളുടെ അമ്മയോട് പറയണേ ഇങ്ങോട്ട് ഓടി വന്നേക്കരുതെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശൻ പറഞ്ഞു, അതേടി, നീ അങ്ങോട്ട് സന്തോഷിക്കുക, അങ്ങോട്ട് കളിയാക്ക്. പക്ഷെ ഇനി ആ പ്രകാശൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പ്രകാശിന്റെ ശ്വാസം നിലച്ചു പോവില്ല. പ്രകാശിന്റെ ഹൃദയം നിലച്ചു പോകാനും പോകുന്നില്ല. നീ അതോർത്ത് സന്തോഷിക്കണ്ട കേട്ടോ. ഞാൻ എന്റെ മോനെ ഇനി രാജകുമാരനെ പോലെ വളർത്താൻ പോകുന്ന നീ കണ്ടോ. എന്റെ മോൻ ഏത് നിലയിലെത്തുന്നു. നിന്നെക്കാളും വലിയൊരു നിലയിലെത്തി അവൻ ഇരിക്കുന്ന ഞാൻ കാണിച്ചു തരാടി. നിന്റെ മുന്നിൽ കൂടെ ഒരു വരവ് ഞാൻ വരും, അന്ന് നീ കണ്ടോളാൻ പറഞ്ഞിട്ട് പ്രകാശിന് വിക്രമം കൂടെ ഇറങ്ങിപ്പോവാ. ഈ സമയം കല്യാണി പറഞ്ഞു, എന്തോ ലോട്ടറി അടിച്ചിട്ട് തോന്നേ, ആരോ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛന്റെ മോനെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി കഴിയുമ്പോൾ അവര് തന്നെ അവരെ ഇറക്കി വിട്ടോളൂ എന്ന് പറയാം. കിരൺ പറയാ, ശരിയാ നീ പറഞ്ഞേ. എത്ര കിട്ടിയാലും പഠിക്കൂലാത്ത രണ്ട് സാധനങ്ങളാണല്ലോ ഈ ഇറങ്ങി പോണേന്ന് പറയാ. പിന്നീട് പ്രകാശം പറഞ്ഞു, ഇനി നമുക്ക് ഒരാളെ കൂടെ കാണാനുണ്ട്, ആ സോണി എന്ന് പറയുന്നേ. അവളെയും കൂടെ പോയി കാണണമെന്ന് പറയാം. ശരിയാ, അവളെയും കൂടെ പോയി കാണാം. ഇനി അവളെയും കൂടെ കണ്ടാലും എനിക്കൊരു സമാധാനം വരുള്ളൂ അച്ഛാന്ന് പറയാം. അങ്ങനെ അവരങ്ങോട്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവാണ്. ഈ സമയത്ത് രൂപയുടെ സെന്റെ അടുത്ത് അരിയിലേക്ക് കിരണും കല്യാണിയും ചെല്ലുന്നുണ്ട്. അവർ ചെന്നിട്ട് വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയ കഥകളൊക്കെ പറയാം. എല്ലാം കേട്ട് ചന്ദ്രസേനൻ പറഞ്ഞു, അതെ, സൂക്ഷിക്കണം കേട്ടോ മോനെ. നിങ്ങൾ മാത്രമല്ല സോണിയുടെ ആൽബിയോടും കൂടെ പറയണം സൂക്ഷിക്കാനായിട്ട്. കാരണം ജയിലിൽ കിടന്ന് അറപ്പ് മാറിയവനാ വിക്രം. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അവന് മനസ്സിലായി ഇത്രയ്ക്കേ ഉള്ളു ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന്. ജയിലിലേക്ക് പോയാലും ഇത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ, കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അവനറിയാം. അതുകൊണ്ട് അവന് എന്തിനും ചെയ്യാൻ മടിക്കില്ല. അതൊന്നും സൂക്ഷിക്കാൻ നല്ലാന്ന് പറയാം. കിരൺ പറഞ്ഞു, പിന്നെ അവൻ എന്ത് ചെയ്യാനാച്ചാ, ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, അവനിങ്ങോട്ട് വരട്ടെ. അങ്ങനെ പറയാൻ പാടില്ല. അറിയാലോ, ആലിബയുടെ തല തല്ലി പൊളിച്ചവനാ. പോരാത്തേന് ശരണ്യയുടെ ഭർത്താവിന്റെ. അതൊക്കെ അറിയാഞ്ഞിട്ട് നമ്മൾ വെറുതെ എന്തിനാ തല വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയാം. കിരൺ പറഞ്ഞു, എൻ്റെ അടുത്തേക്കാനും വരട്ടെ, അന്ന് അവനെ ഞാൻ അടിയന്തരം ഞാൻ നടത്തി വിടുള്ളൂ, പിന്നെ എൻ്റെ അടുത്തേക്ക് വരേണ്ട വരത്തില്ല എന്ന് പറയണം. എന്നാലും ഒന്ന് സൂക്ഷിക്കാൻ നല്ല ഒരു കാര്യം ചെയ്യാം, സോണിമോളോട് ഞാനൊന്ന് വിളിച്ചു പറഞ്ഞേക്കാന്ന് അയാൾ ചന്ദ്രസേനും പറയുന്നുണ്ട്. ഈ സമയത്ത് സോണി ആൽബി എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോണ സമയത്താണ് വഴിക്ക് വെച്ച് പ്രകാശനും വിക്രത്തിനെയും കാണുന്നത്. അപ്പം പ്രകാശനും വിക്രം സോണിയെ ആൽബിയെ കണ്ട ഉടനെ ഓടി അങ്ങോട്ട് വരുവാണ്. എന്നാൽ സോണി ഇങ്ങനെ നോക്കി വിക്രത്തിനെ നേരെ നോക്കി. അപ്പൊ പെട്ടെന്ന് വിക്രം ചോദിച്ചു, എന്താണ് നീ എന്നെ നോക്കുന്നത്, നോക്കി പേടിപ്പിക്കണോ? നീ എന്താ വിചാരിച്ചേ? നീ നിന്റെ അച്ഛനൊക്കെ വിചാരിച്ചോടെ ഞാൻ ഇന്നും ജയിലിൽ കിടക്കുന്നില്ലേ? പക്ഷെ വെറുതെ അടി, അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രമായിരുന്നു. ഇത് കേട്ടത് ആലി പറഞ്ഞേടാ, അധികാലം നീ പുറത്ത് കിടക്കില്ല, നീ പിന്നെ ജയിലിലേക്ക് തന്നെ പോകും. പിന്നെ ജയിലിലേക്ക് തന്നെ പോകുമ്പോഴും അത് നീ ഇവളും കൂടെ തീരുമാനിച്ചേ പോരല്ലോ, അതിന് ഞാനും കൂടെ തീരുമാനിക്കണം. പറഞ്ഞു കേട്ടല്ലോ. പിന്നെ നീ ഇവളെ വലിയതായിട്ട് കൂട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇവളെ 2 വർഷം ഞാൻ വെച്ചുകൊണ്ടിരുന്നാടാ, എന്റെ ഭാര്യയായിരുന്നു ഇവള്, അത് നിനക്കറിയത്തില്ലായിരുന്നോ? എന്നിട്ടാണ് ഇപ്പൊ വലിയ പതിവ്രത ചവന്ന് നിന്റെ കൂടെ ഇവള് വന്ന് നിൽക്കുന്നേ, നാണമില്ലടാന്ന് ചോദിക്കുക. ഇത് കേട്ടോ സോണിക്ക് സമ്മതം പറ്റി. സോണി അങ്ങോട്ട് പോയി വിക്രത്തിന്റെ കഴുത്തിന് കോളറിനോട് കുത്തിപ്പിടിക്കണം. നീ എന്താടാ ചേട്ടാ പറഞ്ഞേ? വൃത്തിയോട് പറയണോ? എടാ, നിന്റെ കൂടെയുള്ള ജീവിതം നരകു തുല്യമായ ജീവിതമായിരുന്നടാ. ഇപ്പൊ ഞാൻ ആൽബേറിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ല സന്തോഷകരമായിട്ടാ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു ജീവിതം ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആരടാ, നീ അല്ലേന്ന് ചോദിക്കുക. ഈ സമയം ആൽബി പറഞ്ഞു, ഇനി എന്റെ ഭാര്യനെ കുറിച്ച് ഒരു അനാവശ്യ വാക്കെന്നും പറഞ്ഞോണ്ടല്ലോ നിന്നെ ഞാൻ തല്ലി കൊല്ലുള്ളൂ ഇവിടെ ഇട്ട്, ഞാൻ വേറെ നോക്കത്തില്ലെന്ന് പറയാം. ഇത് കേട്ടും പ്രകാശം ഒന്ന് കാണട്ടെ എന്ന് പറയണം. അപ്പൊ സോണി പറഞ്ഞു, വേണ്ട ആൽബേട്ട, വെറുതെ ഇവനെ പോലെയുള്ള ഒരുത്തനെയൊക്കെ തല്ലിയിട്ട് എന്തിനാ കൈ വെറുതെ മെനക്കാടാക്കുന്നേ? ഇവനെയൊക്കെ തല്ലിയിട്ട കൈ കഴിയണം, അത്രയ്ക്ക് വൃത്തികെട്ടവനവന്. എന്റെ കുഞ്ഞിന്റെ അച്ഛനാന്ന് ഇവനെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാന്ന് പറയാം. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ആര്? ഇവനോ? നിന്റെ കുഞ്ഞിന്റെ അച്ഛനോ? കൊള്ളാം, നല്ല കഥയായിപ്പോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ആലി പറഞ്ഞു, സോണി ഇനി അങ്ങനെ പറയണ്ട, ഇവന്റെ കുഞ്ഞല്ല, അതെന്റെ കുഞ്ഞാണത്.
ഇവനല്ലെങ്കിൽ ഇനിയിപ്പോ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞോണ്ട് അങ്ങോട്ട് വരട്ടെ, ഇവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കോളൂ. നീ വാ സോണി എന്നും പറഞ്ഞിട്ട് സോണിയെ വിളിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ആകെപ്പാടെ പ്രാന്ത് പിടിച്ച പോലെ വിക്രം നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയും പറയാം, ബാക്കി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.